ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ്? അവൻ എൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു. അവനാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ, അവനാണ് എൻ്റെ രക്ഷകൻ, അവനാണ് എൻ്റെ ഉപനിധി, അവനാണ് എന്നെ നിത്യതയുടെ തുറമുഖത്തേക്ക് എത്തിക്കുന്നവൻ, അവനാണ് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ പ്രാഗൽഭ്യത്തോടെ നിർത്തുന്നവൻ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ പ്രിയനായവനിലൂടെ അവനാണ് നമ്മെ ദത്തെടുത്തിരിക്കുന്നത്. അവനാണ് നമ്മുടെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നത്. അവനാണ് നമ്മെ ഈ മരുഭൂമിയിൽ നടത്തുന്നത്. അവനാണ് നമ്മെ പിതാവിൻ്റെ സന്നിധിയിൽ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുന്നവൻ. അവന് എല്ലാ സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുന്നു. അവൻ നമ്മെ അന്ത്യത്തോളം നടത്തുവാൻ മതിയായ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, സ്നേഹവന്ദനം അറിയിക്കുന്നു. കടന്നു വന്ന നിമിഷം മുതൽ ഇതുവരെയും സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളിലൂടെ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഇടയായി. അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തനം കേട്ടു. ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്ത് അവൻ്റെ കരുതലിനെയും അവൻ്റെ കൃപയെയും ഓർത്ത് അവന് സ്തുതി കരയേറ്റുവാനിടയായി. നമ്മളുടെ ട്രൈബൽ മിഷൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രിയ സാബു പാസ്റ്ററിലൂടെ കേട്ടു. ട്രൈബൽ മിഷൻ്റെ പ്രവർത്തനത്തിൽ ഞങ്ങളെല്ലാവരും സഹകാരികളാണ്. വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന അവരുടെ പ്രവർത്തനത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കണം, കൈത്താങ് അർപ്പിക്കണം. സർവശക്തനായ ദൈവം അതിലൂടെ അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് കണ്ടുകിട്ടുവാൻ മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ സമയത്ത് നമ്മളുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. എഫേസ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 10. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഫൈനലി മൈ ബ്രദേഴ്സ്, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് and the power of his strength. Be strong in the Lord and in the power of his strength. आखिरी में मेरा भाइयों, प्रभु यीशु मसीह और उसकी ताकत में आप लोग अड़ल रख लीजिए. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവായ യേശു ക്രിസ്തുവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. 2026 എന്നുള്ള പുതിയ കലണ്ടർ ഇയറിലേക്ക് കടപ്പാൻ ദൈവം നമുക്ക് മുഖാന്തരം ഒരുക്കി. ഈ 2026 എന്ന് നമ്മൾ പറയുന്ന കലണ്ടർ ഇയർ ദൈവവചന പ്രകാരമുള്ള കലണ്ടർ ഇയർ അല്ല. ദൈവവചന പ്രകാരമുള്ള കലണ്ടർ ഇയർ അബീബ് മാസം മുതൽ ആധാർ മാസം വരെയുള്ളതായ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കലണ്ടർ ഇയറാണ്. ഏത് കലണ്ടർ ഇയർ ആയാലും സർവശക്തനായ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇതാണ്: വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എൻ്റെ ദയാദൃഷ്ടി നിങ്ങളുടെ മേൽ ഇരിക്കും. അവൻ മുൻമഴയെയും പിന്മഴയെയും അയച്ച് നമ്മളുടെ ദേശത്ത് നമ്മളുടെ കൈകളുടെ പ്രവൃത്തിയെ, നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അവൻ സഫലമാക്കുന്നവനായ ദൈവമാകുന്നു. അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മളുടെ പ്രകൃതി അറിയുന്നുവല്ലോ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. പഴയ നിയമ ഭക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീദ് സർവശക്തനായ ദൈവത്തെക്കുറിച്ച് അപ്പനും മക്കളോട് എന്ന് പറഞ്ഞു തുടങ്ങിയെന്ന് വരിയിലും അത് അവസാനിപ്പിക്കുന്നത് യഹോവേ ഏലോഹി എന്ന് പറഞ്ഞുകൊണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിരിക്കുന്ന നമ്മൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സർവശക്തനായ ദൈവത്തിൻ്റെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തെ കൃപാസനമാക്കി ആ കൃപാസനത്തിൻ്റെ അരികിലേക്ക് ഏത് സമയവും കടന്നു എന്ന് അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള പുത്രത്തിൻ്റെ പദവി തന്നിരിക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ പ്രവൃത്തിക്കായിട്ട്, സർവശക്തനായ ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എല്ലാവരും ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്ത്
നമ്മൾ നിത്യതയുടെ തുറമുഖത്ത് എത്തിച്ചേരണം എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളിൽ 1181 അധ്യായങ്ങളിൽ 31,173 വാക്യങ്ങൾ, അതെല്ലാം ശ്രേഷ്ഠകരമായിട്ടുള്ള വാക്യങ്ങളാണ്. എന്നാൽ അതിശ്രേഷ്ഠമായ 2 വാക്യങ്ങളുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യവും യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യവും. അതിപ്രകാരമാണ് പറയുന്നത്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാവുന്ന നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിത്യജീവൻ ഉണ്ടാകുകയും ചെയ്യേണ്ടതിനു വേണ്ടി നിങ്ങൾക്ക് ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള പദ്ധതി, നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ഉദ്ദേശം, നമ്മെക്കുറിച്ചുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റേതായിരിക്കുന്ന ഇച്ഛ, നാം ഓരോരുത്തരും ജയാളികളായി തീർന്ന് കർത്താവായ യേശു ക്രിസ്തു വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഞാൻ ജയിച്ച് എൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് അവൻ്റെ സിംഹാസനത്തിൽ അവനോടുകൂടെ ഇരിക്കുന്നത് പോലെ നിങ്ങളും ജയിച്ച് എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ ജയാളികളായി തീർന്ന് വി ഷുഡ് ഹാവ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. നിത്യതയുടെ തുറമുഖത്തെത്തുമ്പോൾ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെക്കുറിച്ച് പറയേണ്ടതായിട്ടുള്ള ഇമ്പമാർന്ന സ്വരം: നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിന് വിചാരകനാകുക എന്നുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ ഇമ്പമാർന്ന സ്വരം നാം കേൾക്കുകയും, നാം നിത്യതയുടെ തുറമുഖത്ത് കടന്നു പോകുന്നതിന് മുമ്പ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് തന്നെയല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ തന്നെ. ഇതായിരിക്കണം നമ്മളുടെ സാക്ഷ്യം. ഇതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളതായ പദ്ധതി. ഇതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളതായ ദൈവഹിതം. അപ്പം നമുക്കിനി 2025 നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, നമ്മൾ പിൻപറ്റിയ 4 ദിവസം മുമ്പേ നമ്മളെ വിട്ട് മാറിപ്പോയ ആ 2025 നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്താൽ എപ്രകാരമായിരുന്നു നമ്മളുടെ ക്രിസ്തീയ ജീവിതം? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾക്ക് ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ അത് പൂർണ്ണതയുള്ളതായ, തികഞ്ഞതുള്ളതായ, സംതൃപ്തമായ, ഞാൻ ആഗ്രഹിക്കത്തക്ക രീതിയിലോ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതമായിരുന്നു എന്ന് പറയുവാൻ സാധിക്കുമോ? എന്നെക്കുറിച്ച് പറയുവാൻ സാധിക്കുകയില്ല. ആത്മാർത്ഥമായിട്ട് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആർക്കും അത് പറയുവാൻ സാധിക്കുകയില്ല. നമ്മളുടെ ജീവിതം ഒരുതരം പുത്തുതരുത്തത്തിലായിരുന്നു. ദൈവം നമ്മളെ താങ്ങിയത് കൊണ്ട് നമ്മൾ നിന്നു. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് നമ്മളുടെ കൈകളുടെ പ്രവൃത്തികൾ ഏകദേശം സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം അവൻ്റെ അനാദി നിർണയപ്രകാരം, അവൻ്റെ മനസ്സലിവിൻ്റെ മഹാധിക്യത്തിന് നിമിത്തം നമ്മെ വീണ്ടും 1 വർഷം കൂടെ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ളവരുടെ ദേഹികളാക്കി നിർത്തി അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ കൂട്ടിച്ചേർത്ത് നാം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടിയും നമ്മളുടെ ഫലം നിലനിൽക്കേണ്ടതിന് വേണ്ടിയും അങ്ങനെ നമ്മളിലൂടെ സർവശക്തനായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയും നമ്മൾ നിത്യതയുടെ തുറമുഖത്ത് നാം ഓരോരുത്തരും പ്രതിഫലം ഭാവിക്കേണ്ടതിന് വേണ്ടിയും ദൈവം ഈ പുതുവർഷം നമുക്കോരോരുത്തർക്കും ദാനമായി തന്നു. ഈ പുതുവർഷം നമുക്ക് ദാനമായി തന്നപ്പോൾ ഈ പുതുവർഷത്തിൻ്റെ ആദ്യത്തെ ആരംഭ ഞായറാഴ്ച തന്നെ ദൈവം നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ എപ്രകാരം മുന്നേറാൻ സാധിക്കും, നമ്മൾക്ക് എപ്രകാരം ഒരു ജയകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം ചെയ്യാൻ സാധിക്കും, അതിനുവേണ്ടി ഒരു വചനം കൂടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നൽകിയിരിക്കുകയാണ്. അതാണ് ഇന്ന് നമ്മൾ കുറിവാക്യമായി വായിച്ച എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അതിനുശേഷമാണ് ദൈവത്തിൻ്റെ സർവായുധവർഗത്തെക്കുറിച്ച് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സർവായുധവർഗത്തെക്കുറിച്ച് നമ്മൾ അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്.
നമ്മളുടെ പ്രിയ അബ്ദുൽ സമദ് ബ്രദർ ബൈബിൾ സ്റ്റഡി തന്നെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ സർവായുധ വർഗവും എഫേസ്യ ലേഖനവും. അതുകൊണ്ട് സർവായുധ വർഗത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല, എഫേസ്യ ലേഖനത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. നമ്മെ നിലനിർത്തുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനുള്ള അചഞ്ചല വിശ്വാസമാണ്. കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള മൂലക്കല്ലിന്മേൽ നാമും കൂടെ ചേർന്ന് പണിയുമ്പോൾ ദൈവം നമ്മിലൂടെ ചെയ്യുന്നതായിട്ടുള്ള ദൈവപ്രവൃത്തി, അതിലൂടെയാണ് നമുക്ക് നിലനിൽപ്പാൻ സാധിക്കുന്നത്. അപ്പം നമ്മളുടെ ആശ്രയം എന്ന് പറയുന്നത്, നമ്മളുടെ നങ്കുരം എന്ന് പറയുന്നത്, നമ്മളുടെ പ്രത്യാശയുടെ ഗോപുരം എന്ന് പറയുന്നത്, നമ്മെ നിലനിർത്തുന്നത് നമ്മളുടെ വീണ്ടെടുപ്പുകാരനും നമ്മളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിലുള്ളതായ നമ്മളുടെ അചഞ്ചലമായ കൂട്ടായ്മയും അവനിലുള്ളതായ നമ്മളുടെ സമർപ്പണവും അവനോട് ചേർന്നുള്ളതായ ക്രിസ്തീയ ജീവിതവുമാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് എങ്ങനെ വിശ്വസിപ്പാനും, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് എങ്ങനെ അനുഗമിപ്പാനും, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് എപ്രകാരം പിൻപറ്റുവാനും സാധിക്കും? ഈ ശ്രേഷ്ഠ വ്യക്തിത്വമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട്, ദർശിച്ചുകൊണ്ട്, അവൻ ആർ എന്ന് അത്ഭുതം കൂറുമാറ് ദൈവത്തിൻ്റെ വചനത്തിൽ 7 സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട്, വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട്, നിത്യജീവൻ്റെ കാരണഭൂതനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട്, നമ്മളുടെ വിശ്വാസ ജീവിതത്തെ പൂർത്തിപ്പെടുത്തുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട്, ഇവൻ ആർ എന്ന അത്ഭുതം കൂറുമാറ് 7 സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഈ 7 സ്ഥലങ്ങളിലൂടെ, ഈ 7 വ്യക്തികളുടെ സംഭാഷണത്തിലൂടെ നമ്മളിന്ന് കടന്നു പോയാൽ നമ്മളുടെ കർത്താവ് ആരെന്നും, അവൻ വിശ്വസിപ്പാൻ മതിയായവനാണെന്നും, അവൻ നമ്മെ നിത്യതയുടെ തുറമുഖത്ത് എത്തിപ്പാൻ കഴിവുള്ളവനാണെന്നും, അവൻ്റെ കരങ്ങളിൽ നാം ആയിരുന്നാൽ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ചു തൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് എന്നും, അവനാണ് വാഗ്ദത്ത മശിഹ എന്ന് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ പോകുന്നതായിട്ടുള്ള വിഷയം, വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് 7 വ്യക്തികൾ കർത്താവായ യേശുവിനെ കണ്ടുകൊണ്ട്, നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇവൻ ആർ. ഈ അത്ഭുത പ്രവൃത്തി ചെയ്യുന്ന, ഈ മഹത്തരമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന, ഇത്ര ശ്രേഷ്ഠകരമായ കാര്യം ചെയ്യുന്ന, ഈ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, ഈ ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുന്ന, ഈ പാപക്ഷമ വരുത്തുന്ന, ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ കർത്താവായ യേശു ക്രിസ്തു ഇവൻ ആർ എന്ന് ചോദിക്കുന്ന 7 ചോദ്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. നമുക്കതിലേക്ക് അടുത്ത ഒരു 15-20 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് കടന്നു പോകാം. ആദ്യമായി വായിക്കാൻ നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യം. ഗോസ്പൽ അക്കോർഡിംഗ് ടു മാർക്ക് ചാപ്റ്റർ 4:41. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. അതാണ് വേദഭാഗം. ഈ ചോദ്യം ചോദിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ്. ഈ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 41 വരെയുള്ള ഭാഗങ്ങളിൽ ആ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മളുടെ പ്രിയങ്കരനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊത്ത് കടലിലൂടെ യാത്ര ചെയ്യുകയാണ്. അവർ പ്രവൃത്തി കഴിഞ്ഞ് കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കരമായ കാറ്റും കോടും വന്നു. ആ കടൽ മുങ്ങുമാർ തിരയടിച്ച് അതിന്മേൽ കയറുവാറായി. അവർ ഭയചികുതരായി തീർന്നു. അവർ കർത്താവിനോട് നിലവിളിച്ചിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ഒരു ദുഃഖവുമില്ല. അവൻ കാറ്റിനെ ശാസിച്ചു, കടലിനോട് ശാന്തമാകുവാൻ പറഞ്ഞു. ശാന്തമായി അവർ അക്കരെ എത്തേണ്ട സ്ഥലത്ത് എത്തി. ആ കർത്താവിൻ്റെ ശിഷ്യന്മായ ഭരചികുതരായി അവരെ തന്നെത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്,
കാറ്റും കടലും കൂടെ അനുസരിക്കുന്ന ഇവൻ ആർ? കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൽ പൂർണ്ണമായി സമർപ്പിച്ചത്, വിശ്വസിച്ചത് രണ്ട് സംഭവങ്ങൾ കൊണ്ടാണ്. ഒന്നിതും, 2 യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ളതായ ഗലീലയിലെ കാനാവിലെ കല്യാണത്തിന് സംഭവിച്ചതായിട്ടുള്ള അത്ഭുതവും. അതിലിപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അവൻ്റെ ശിഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി: ഈ നസ്രയനായ യേശു തങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ തങ്ങൾ അനാഥരായി തീരുകയില്ല, തങ്ങൾ മറ്റൊരുവരുടെ മുമ്പിൽ ലജ്ജിക്കപ്പെടുകയില്ല. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. കാനാവിലെ കല്യാണത്തിന് എന്താണ് സംഭവിച്ചത്? അന്ന് ആ ഭവനത്തിൽ വീഞ്ഞില്ലാതെ ഇരുന്നുവെങ്കിൽ ആ ഭവനക്കാർ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതരായിത്തീരുമായിരുന്നു. എന്നാൽ ലജ്ജിപ്പിക്കാത്തവനായ ദൈവം, തള്ളിക്കളയാത്തവനായ ദൈവം, കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്നവനായ ദൈവം, അവൻ കൽപ്പിച്ചു, അത് സംഭവിച്ചു. അവൻ അരുളി ചെയ്തു, അത് നിവൃത്തിയായി. ഇല്ലായ്മയെന്ന് സകലത്തെയും വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം. എൻ്റെ ദൈവം സർവശക്തനാണ്. അവൻ്റെ ശിഷ്യന്മാരാദ്യമായി മനസ്സിലാക്കിയത് എൻ്റെ ദൈവം സർവശക്തനാണ്. അവനില്ലായ്മയെന്ന് സകലത്തെയും വിളിച്ചു വരുത്തുവാൻ കഴിയും. അവൻ കൽപ്പിച്ചാൽ അത് സംഭവിക്കും. അവൻ അരുളി ചെയ്താൽ അത് നിവൃത്തിയാകും. അവൻ പർവ്വതങ്ങളെ സൃഷ്ടിക്കുകയും കാറ്റിനെ നിർമ്മിക്കുകയും മനുഷ്യനോട് അവൻ്റെ ഉള്ളമെന്തെന്ന് പറയുകയും അന്ധകാരത്തെ പ്രഭാതമാക്കുകയും ഉന്നതികൾ മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. അവൻ നമ്മളുടെ ജീവിത നൗകയിൽ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, അവൻ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ, അവൻ നമ്മളുടെ ഭവനത്തിലുണ്ടെങ്കിൽ, അവൻ നമ്മളുടെ ജീവിതയാത്രയിലുണ്ടെങ്കിൽ, അവൻ നമ്മോട് കൂടെ സഞ്ചരിക്കുന്നു എങ്കിൽ, അവൻ നമ്മെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു എങ്കിൽ, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ചു തൻ്റെ മഹിമാസന്നദ്ധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിത്യതയുടെ തുറമുഖത്തെത്തുന്നവരെയും നടത്തുവാൻ അവൻ മതിയായവനാണ്. അവൻ ശക്തനാണ്. നമ്മളുടെ ദൈവം, നാം വിശ്വസിക്കുന്ന നമ്മളുടെ കർത്താവ്, അവൻ സർവശക്തനാണ്. അവൻ നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ഈ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. ഈ 2026 നമ്മെ വഴി നടത്തുവാൻ, നമ്മെ അതിൻ്റെ പൂർണ്ണതയുടെ തുറമുഖത്തെത്തിപ്പാൻ അവൻ വിശ്വസ്തനാണ്. അവൻ മതിയായവനാണ്. അടുത്തത് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. എല്ലാവരും വിസ്മയം പൂണ്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി. ഇന്നു നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്നു പറഞ്ഞു. രണ്ടാമത്തേതും അവൻ്റെ ശിഷ്യന്മാർ പറയുകയാണ്, അവർ ഭയചികുതരായി തീർന്നു. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. മരിച്ചവരെ ഉയർപ്പിപ്പാൻ കഴിവുള്ളവനായ ദൈവം, രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനായ ദൈവം, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിപ്പാൻ കഴിവുള്ളവനായ ദൈവം, 18 വർഷമായി രോഗസ്രവ ബാധിച്ചിരുന്ന സ്ത്രീയെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനായ ദൈവം, 38 വർഷമായി കുളക്കരയിൽ കിടന്നവനെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനായ ദൈവം, ഭൂതബാധിതനെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനായ ദൈവം, സൗഖ്യമാക്കുക മാത്രമല്ല, അവൻ കൽപ്പിച്ചാൽ അത് സംഭവിക്കും. അവൻ അരുളി ചെയ്താൽ അത് സംഭവിക്കും. അവന് കഴിയാത്തതായി അസാധ്യമായി ഒന്നുമില്ല. നമ്മളുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ ദൈവമാണ്. ഇവിടെ കേൾപ്പാനായിട്ട് നമുക്ക് സാധിച്ചു, അവൻ അപൂർവ കാര്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തനായ ദൈവമാകുന്നു. അവൻ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. രോഗമായിക്കൊള്ളട്ടെ, ദുഃഖമായിക്കൊള്ളട്ടെ,
ജീവിതത്തിൻ്റെതായിരിക്കുന്ന പ്രശ്നമായിക്കൊള്ളട്ടെ, പ്രതികൂലമായിക്കൊള്ളട്ടെ, പ്രശ്നമായിക്കൊള്ളട്ടെ, പ്രയാസമായിക്കൊള്ളട്ടെ, എന്തവസ്ഥയായിക്കൊള്ളട്ടെ, എന്ത് ഞെരുക്കമായിക്കൊള്ളട്ടെ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അവൻ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം. അവരവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയത് തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് മറ്റാർക്കും പരിഹരിക്കാൻ കഴിയുകയില്ല എന്ന് ചിന്തിച്ചിട്ടുള്ളതായിട്ടുള്ള അവസ്ഥയ്ക്ക് ഈ സർവശക്തനായ ദൈവം അവൻ തിരുവായി തുറന്നൊരു വാക്ക് കൽപ്പിച്ചാൽ അവൻ ആ വാക്ക് കൽപ്പിച്ചാൽ അത് സംഭവിക്കും. അവൻ അതിന് പരിഹാരം വരുത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. മൂന്നാമത്തെ വിഷയം ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വാക്യം. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. ഈ പാപമോചനവും കൊടുക്കുന്നവനായ ഇവൻ ആർ എന്ന് പറഞ്ഞ് അവങ്കൽ ആശ്ചര്യപ്പെടുന്നതായിട്ടുള്ള സംഭവമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അരികിൽ വന്ന എല്ലാ വ്യക്തികൾക്കും പാപമോചനം കൊടുത്തു. പുരുഷനായിക്കൊള്ളട്ടെ, സ്ത്രീ ആയിക്കൊള്ളട്ടെ. ഇനി നിങ്ങൾ ചിന്തിക്കും, പുരുഷനും സ്ത്രീയും അല്ലാതെ ഇന്നിപ്പോൾ ഒരു മൂന്നാമതൊരു കാറ്റഗറി ഉണ്ടല്ലോ, ട്രാൻസ്ജെൻഡർ ആണെന്ന് വരിലും കർത്താവ് വേദപുസ്തകത്തിൽ നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അന്ത്യോക്യ രാജ്ഞിയുടെ ഷണ്ണനായിരിക്കുന്ന ധനകാര്യ മന്ത്രി, അവൻ ട്രാൻസ്ജെൻഡർ ആയിരുന്നു, അവനെയും എൻ്റെ കർത്താവ് പാപക്ഷമ കൊടുത്തു. ഏത് വ്യക്തി, പുരുഷനായിക്കൊള്ളട്ടെ, സ്ത്രീ ആയിക്കൊള്ളട്ടെ, ഈവൻ ട്രാൻസ്ജെൻഡർ ആയിക്കൊള്ളട്ടെ, അവർക്ക് പാപക്ഷമ കൊടുപ്പാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുവനെ ആർ കണ്ടെത്തും? യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: വരുവിൻ, നമുക്ക് നമ്മൾ വാദിക്കാം. നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ കടുഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും. രക്താംബരം പോലെ കടുഞ്ചുവപ്പായിരുന്നാലും അത് പഞ്ഞി പോലെ ആയിത്തീരും. 1 പത്രോസ് അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം വിളിച്ചു പറയുന്നു: നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെണ്ണി, പൊന്നെ മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ്. ഇസ്രായേൽ പുരുഷന്മാരെ, നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ലും മൂലക്കല്ലായി തീർന്നവൻ ഇവൻ തന്നെ. മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. അവൻ്റെ പേരാണ് രക്ഷകൻ. അവൻ്റെ പേരാണ് രക്ഷകൻ. അവൻ വ്യക്തിയുടെ മുഖം നോക്കുന്നില്ല, അവൻ വ്യക്തിയുടെ സ്വഭാവം നോക്കുന്നില്ല, അവൻ വ്യക്തിയുടെ ജെൻഡർ നോക്കുന്നില്ല, അവൻ അവൻ്റെ പാസ്റ്റിനെ നോക്കുന്നില്ല. അവൻ്റെ അരിക്കൽ ചെയ്യുന്ന എല്ലാവർക്കും പാപക്ഷമ നൽകുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനായ, അവൻ മതിയായവനാണ്. ഇനി 4-മതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ ആ അധ്യായം മുഴുവൻ അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിലും യോഹന്നാൻ്റെ ശിഷ്യന്മാർ നമ്മുടെ കർത്താവിനെ കണ്ടിട്ട് അവനോട് ചോദിക്കുകയാണ്: വരുവാനുള്ളവൻ നീയോ, അതോ ഞങ്ങൾ മറ്റൊരുത്തിനു വേണ്ടി കാത്തിരിക്കണമോ? കർത്താവ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ ആ 3 മുതലുള്ള വാക്യങ്ങളിൽ മുഴുവൻ അവരോട് സംസാരിച്ചിട്ട് അവരോട് പറയുകയാണ്: നിങ്ങൾ ചെന്ന് യോഹന്നാനോട് പറവീൻ, വരുവാനുള്ളവൻ ഞാൻ തന്നെ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ ആ ശമരിയക്കാരി സ്ത്രീയോട് നമ്മളുടെ പ്രിയങ്കരനായ കർത്താവ് പറയുന്നു: സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ആത്മാവ് ആകുന്നു. ആ ദൈവം ആത്മാവാകുന്നു.
അത് കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീ അവനോട് പറയുന്നുണ്ട്, മശിഹ വരുമ്പോൾ സകലതും വെളിപ്പെടുത്തും എന്ന് ഞാൻ അറിയുന്നു. അടുത്ത വാക്യമായി കർത്താവ് അവളോട് പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ വരുവാനുള്ള മശിഹ എന്ന് പറഞ്ഞു. അവനാണ് വാഗ്ദത്ത മശിഹ, വരുവാനുള്ളവൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണം. അവനാണ് വരുവാനുള്ളവൻ, അവനാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണം, അവനാണ് മശിഹ. ഇനി എല്ലാ പരീക്ഷ എഴുതിയാലും ചില ആൾക്കാർ ജയിക്കത്തില്ല, ചിലർ തോറ്റു പോകുമല്ലോ. നമ്മളുടെ വിശ്വാസ ജീവിതം അപ്രകാരം തന്നെയാണ്. നമ്മളെല്ലാവരും ജയിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ തോറ്റുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് അടുത്തതായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. എന്തുകൊണ്ട് ആ വ്യക്തി തോറ്റുപോയി? എന്തുകൊണ്ട് ആ വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിപ്പാൻ അവന് സാധിച്ചില്ല എന്ന് നമുക്കൊന്ന് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. യോഹന്നാനെ ഞാൻ ശിരച്ഛേദം ചെയ്തു, എന്നാൽ ഞാൻ ഇങ്ങനെയുള്ളത് കേൾക്കുന്ന ഇവൻ ആർ എന്നു പറഞ്ഞു അവനെ കാണുവാൻ ശ്രമിച്ചു. ഈ പറയുന്നതായിട്ടുള്ള വ്യക്തി ആരാണെന്ന് നമുക്കറിയാം. ഹേരോദാവാണ്. ഇടപ്രഭുവായിരിക്കുന്ന ഹേരോദാവ് യോഹന്നാനെ കാണുവാൻ, കർത്താവായ യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ചു. യോഹന്നാൻ്റെ ശിരച്ഛേദം ചെയ്തു. കർത്താവ് പ്രവർത്തിക്കുന്നതായിട്ടുള്ള അത്ഭുതങ്ങളും അതിശയകരമായിട്ടുള്ള വീര്യപ്രവൃത്തികളെക്കുറിച്ച് ഈ ഹേരോദാവിനോട് മറ്റാരുമല്ല പറഞ്ഞത്, ഹേരോദാവിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന കൂസയാണ് പറഞ്ഞത്. ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ലൂക്കോസ് 8:3. ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയും ശൂഷന്നയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. ഈ ഹേരോദാവിൻ്റെ സെക്രട്ടറി ആയിരുന്നു കൂശ. കൂശയുടെ ഭാര്യയാണ് യോഹന്ന. യോഹന്നായും സൂസന്നായും കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. ഇവർ കടന്നു വന്ന് ഈ ഹേരോദാവിനോട് പറഞ്ഞു, തങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ അത്ഭുത ശുശ്രൂഷകളെക്കുറിച്ച്, ക്രിയകളെക്കുറിച്ച് ഇവരോട് പറഞ്ഞു. അപ്പം ഹേരോദാവിനൊരാഗ്രഹം, ഈ യേശുവിനെ ഒന്ന് കാണണം. കാരണം യേശുവിനെക്കുറിച്ച് കേട്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, താൻ ശിരച്ഛേദം ചെയ്ത യോഹന്നാൻ സ്നാപകൻ വീണ്ടും ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഇവൻ ഏലിയ പ്രവാചകനാണ്, പഴയ നിയമത്തിൽ ഏതെങ്കിലും ഒരു പ്രവാചകനാണ്, ദൈവം അയച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രതിപുരുഷനാണ്, ഇവനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഹേരോദാവ് യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ചത്. യേശുവിനെക്കുറിച്ച് വളരെ കാര്യങ്ങൾ ഹേരോദാവ് കേട്ടു, യേശു ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് കേട്ടു, അവനെ കാണുവാനായിട്ട് ആഗ്രഹിച്ചു. ഹേരോദാവിന് യേശുവിനെ കാണാൻ സാധിച്ചു. വായിക്കാം നമുക്ക്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യം ഒന്ന് 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് 23-ന്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. അവനെക്കുറിച്ച് കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണുവാൻ വളരെ കാലമായി ഇച്ഛിച്ചു. അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാമെന്ന് ആശിച്ചിരുന്നു. ഏറിയോന്ന് ചോദിച്ചിട്ടും അവനവനോട് ഉത്തരവൊന്നും പറഞ്ഞില്ല. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റം ചുമത്തിക്കൊണ്ട് നിന്നു. ഹെരോദാവ് തൻ്റെ പടയാളികളുമായി അവനെ പരിഹസിച്ച് നിസ്സാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുക്കൽ മടക്കി അയച്ചു. അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു. ഈ ഹെരോദാവ് നമ്മളുടെ പ്രിയങ്കരനായ കർത്താവായ യേശുവിനെ കുറിച്ച് അനേക കാര്യങ്ങൾ കേട്ടു. കർത്താവായ യേശുവിനെ നേരിട്ട് കണ്ടു. കർത്താവായ യേശു ക്രിസ്തുവിനോട് നേരിട്ട് സംസാരിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് പരിചയപ്പെട്ട 2 വ്യക്തികളെക്കുറിച്ചാണ് ഏറ്റവും മോശമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഈ ഹെരോദാവിനെ കുറിച്ചാണ്. ഹെരോദാവിനെ കർത്താവ് വിളിച്ചത് കുറുക്കനെന്നാണ്, ദ കണ്ണിങ് ഫോക്സ്. രണ്ടാമത്തേത് ഇസ്കരിയോത്ത യൂദ. അവനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്, അവൻ ജനിക്കാതിരിക്കുകയായിരുന്നെങ്കിൽ അവന് കൊള്ളായിരുന്നു എന്ന്. കർത്താവായ യേശുവിനെ കണ്ടിട്ടും കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞിട്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത ശുശ്രൂഷകൾ അനുഭവിച്ചില്ല, കണ്ട് ആനിടയായിട്ടും എന്തുകൊണ്ടാണ് ഹേരോദാവ് തകർന്നു പോകുവാനായിട്ട്, അവനെ വിജയിക്കാൻ കഴിയാതെ വണ്ണം അവൻ താളടിയായി പോയത്?
വാസ്തവത്തിൽ ഹേരോദാവ് എന്താണ് ആഗ്രഹിച്ചത്? ഇവൻ എന്തെങ്കിലും അത്ഭുതം ചെയ്യുകയാണെങ്കിൽ അത് കാണണം. കർത്താവായ യേശു അത്ഭുതം പ്രവർത്തിക്കുന്നവനല്ല, അവൻ നിത്യജീവൻ്റെ കാരണഭൂതനാണ്. ഇന്ന് നമ്മളുടെ ക്രിസ്തീയ ഗോളത്തിൽ അത്ഭുതങ്ങൾക്ക് വേണ്ടിയും അടയാളങ്ങൾക്ക് വേണ്ടിയും വീര്യപ്രവൃത്തിക്ക് വേണ്ടിയും കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവർ കർത്താവിൻ്റെ പ്രവൃത്തി ഒരുപക്ഷെ കാണുവാൻ സാധിച്ചേക്കും, കേൾക്കുവാൻ സാധിച്ചേക്കും, അവരുടെ കൺമുമ്പിൽ കാണുവാൻ സാധിച്ചേക്കും. എന്നാൽ നിത്യജീവൻ്റെ പുസ്തകത്തിൽ അവരില്ല. ഇന്ന് പകൽക്കാലം ഹേരോദാവ് നമുക്ക് ഓരോരുത്തർക്കും ഒരു ബുദ്ധി ഉപദേശമായിരിക്കട്ടെ, താക്കീതായിരിക്കട്ടെ. എന്തിനു വേണ്ടിയാണ് നമ്മൾ കർത്താവിനെ പിൻപറ്റുന്നത്? അത്ഭുതത്തിന് വേണ്ടിയാണോ? അടയാളത്തിന് വേണ്ടിയാണോ? രോഗസൗഖ്യത്തിന് വേണ്ടിയാണോ? വിടുതലിന് വേണ്ടിയാണോ? അതോ കാണാനുള്ള ആഗ്രഹത്തിന് വേണ്ടിയാണോ? രോഗസൗഖ്യത്തിന് വേണ്ടിയാണോ? ആശ്വാസത്തിന് വേണ്ടിയാണോ? അവൻ ആശ്വാസദായകനാണ്, രോഗസൗഖ്യം നൽകുന്നവനാണ്, അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഫസ്റ്റ് സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ്സ് റൈറ്റസ്നെസ് ആൻഡ് ഓൾ ദീസ് തിങ്സ് ഷാൽ ബി ആഡഡ് അൺടു യു. സർവശക്തനായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് അവൻ നിത്യജീവൻ്റെ കാരണഭൂതനായിട്ടാണ്. കർത്താവായ യേശുവിനെ നാം കാണേണ്ടതും അവനെ നാം പിൻപറ്റേണ്ടതും അവൻ്റെ പുറകെ നാം പോകേണ്ടതും അവനെ അനുഗമിക്കേണ്ടതിനും നിത്യജീവൻ പ്രാപിപ്പാൻ വേണ്ടിയായിരിക്കണം. അല്ലാതെ ഭൗമികമായിട്ടുള്ള നേട്ടങ്ങളുടെ പിന്നാലെ അവൻ്റെ പുറകെ നാം പോയാൽ ഒരുപക്ഷെ ഭൗമികമായ നേട്ടങ്ങൾ നമുക്ക് ലഭിച്ചേക്കും. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അവരൊക്കെ എമ്പക്കം പാട്ടിട്ടുണ്ട് അവർ തിരിച്ചു പോയി കാണും. അവരിൽ അനേകരും നിത്യജീവിൽ പ്രവേശിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം കർത്താവ് തന്നെ പറയുന്നുണ്ട് തൻ്റെ ശിഷ്യന്മാരോട്, അവരപ്പം തിന്നതുകൊണ്ട് എൻ്റെ പുറകെ വന്നിരിക്കുന്നു, നിങ്ങൾക്കും എന്നെ വിട്ടുപോകുവാൻ മനസ്സില്ലയോ എന്ന് ചോദിച്ചു. പത്രോസ് അവനോട് പറഞ്ഞു, നിത്യജീവൻ്റെ മൊഴികൾ നിന്നിലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ നിത്യജീവൻ്റെ മൊഴികളുള്ളവനാണ്. അവൻ നിത്യജീവൻ്റെ കാരണഭൂതനാണ്. അവൻ നിത്യജീവനെ നൽകുന്നവനാണ്. അവൻ നിത്യരക്ഷയുടെ കാരണഭൂതനാണ്. ഹേരോദാവ് കർത്താവിനെ അന്വേഷിച്ചതുപോലെയല്ല, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിരിക്കുന്ന നമ്മൾ നിത്യജീവന് വേണ്ടിയാണ് നമ്മളുടെ പ്രിയങ്കരനായ കർത്താവിനെ അനുഗമിക്കേണ്ടത്. അടുത്തത് 2 പ്രവചനവാക്യങ്ങളാണ്. അതിലൂടെ അവർ ചോദിക്കുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവൻ ആർ എന്ന്. യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. പ്രൊഫസി ഓഫ് യെശയ്യാ ചാപ്റ്റർ 63 വേഴ്സസ് 1 ഓൺവേർഡ്സ്. എദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്ന ഒരുവനാർ, വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നളകൊള്ളുന്ന ഒരുവനാർ, നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നതെന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്കു ചവിട്ടുന്നവൻ്റേതുപോലെ ഇരിക്കുന്നതെന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചക്കു ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എന്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എന്റെ വസ്ത്രത്തിൽ തെറിച്ചു, എന്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. പ്രവചന ദൃഷ്ടിയുള്ള ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യെശയ്യാവ് കർത്താവായ യേശുവിനെ കാണുകയാണ്. മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മളുടെ ഓരോരുത്തരുടെയും പാപപരിഹാരത്തിനായി കാൽവറിയിൽ പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ 5 തിരുമുറിവുകളിലൂടെ അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും നമ്മളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ചൊരിയുവാനായിട്ടിടയായി തീർന്നു. അവൻ്റെ ആന്തരികമായിട്ടുള്ള മുറിവ്, മുൾക്കിടത്തിനാലുള്ള മുറിവ്, ചാട്ടവാറിനാലുള്ള മുറിവ്, ആണികളാലുള്ള മുറിവ്, കുന്തത്താലുള്ള മുറിവ്, ഈ 5 തിരുമുറിവുകളിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും നമ്മളുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പിനായി ചൊരിഞ്ഞു. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്നെ മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തത്താൽ.
ആരാണ് കർത്താവായ യേശു ക്രിസ്തു? അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ. എൻ്റെ പാപത്തിനു വേണ്ടി പാപപരിഹാരയാഗമായി തീർന്ന എൻ്റെ വീണ്ടെടുപ്പുകാരൻ. അവൻ്റെ രക്തത്തിൻ്റെ മറുവിലയാണ്, അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന പുതിയ നിയമസഭയുടെ എല്ലാ ദൈവമക്കളും. അവനാണ് നമ്മളുടെ വിടുതലിൻ്റെ കാരണഭൂതൻ. അവൻ പാപപരിഹാരയാഗമായി തീർന്നത് കൊണ്ട്, അവൻ തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കൊണ്ട്, അവൻ്റെ രക്തത്തിൻ്റെ മറുവിലയാണ് നമ്മളുടെ പ്രിയങ്കരനായ കർത്താവ്. അവനാണ് നമ്മളുടെ വീണ്ടെടുപ്പുകാരൻ. അവസാനമായിട്ട് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. എബ്രായർ ലേഖന 7-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 7 വേർഡ്സ് 4. അവനെത്ര മഹാൻ എന്ന് നോക്കുവീൻ. അവനെത്ര മഹാൻ എന്ന് നോക്കുവീൻ. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്തിന് മനുഷ്യനെ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയാതെ ഇരുന്നപ്പോൾ, കാലത്തിൻ്റെ തികവിങ്കൽ നമുക്കോരോരുത്തർക്കും വേണ്ടി പരമയാഗമായി തീർന്ന് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ നിരപ്പിച്ച് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ജീവൻ്റെ പുതുവഴി തുറന്ന് ഉയർന്നും പൊങ്ങിയുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ സിംഹാസനത്തെ കൃപാസനമാക്കി തീർത്ത് ആ കൃപാസനത്തിൻ്റെ അരികിലേക്ക് കടന്നു വന്ന് സർവശക്തനായ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള പുത്രത്തിൻ്റെ പദവി നമുക്ക് നൽകിത്തന്ന് നമ്മളുടെ നിത്യജീവൻ്റെ കാരണഭൂതനായി തീർന്ന മഹത്വത്തിൻ്റെ പ്രത്യാശയായ കർത്താവായ യേശു ക്രിസ്തു, ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ്, അവൻ എൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു. അവനാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ, അവനാണ് എൻ്റെ രക്ഷകൻ, അവനാണ് എൻ്റെ ഉപനിധി, അവനാണ് എന്നെ നിത്യതയുടെ തുറമുഖത്തേക്ക് എത്തിക്കുന്നവൻ, അവനാണ് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ പ്രാഗൽഭ്യത്തോടെ നിർത്തുന്നവൻ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ പ്രിയനായവനിലൂടെ അവനാണ് നമ്മെ ദത്തെടുത്തിരിക്കുന്നത്. അവനാണ് നമ്മുടെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നത്. അവനാണ് നമ്മെ ഈ മരുഭൂമിയിൽ നടത്തുന്നത്. അവനാണ് നമ്മെ പിതാവിൻ്റെ സന്നിധിയിൽ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുന്നവൻ. അവന് എല്ലാ സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുന്നു. അവൻ നമ്മെ അന്ത്യത്തോളം നടത്തുവാൻ മതിയായവനാണ്. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു, അവൻ നമ്മെ അന്ത്യത്തോളം നടത്തുവാൻ, അവൻ നമ്മെ ജയകരമായിട്ടുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, അവൻ നമ്മെ നിത്യതയുടെ തുറമുഖത്തെത്തിപ്പാൻ മതിയായവനാണ്, ശക്തനാണ്, പ്രാഗൽഭ്യമുള്ളവനാണ്. ഈ പുതുവർഷത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മളുടെ വലങ്കരം നമ്മളുടെ തൊട്ടടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നമുക്കൊന്ന് കൊടുത്തതിന് ശേഷം 73-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 23 മുതലുള്ള 2 വാക്യങ്ങളുണ്ട്. ആ 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാം. 73-ാം സങ്കീർത്തനത്തിൻ്റെ 23 വാക്യങ്ങൾ. ദൈവമേ, നീ എന്നെ നിൻ്റെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് കരയേറ്റും. ദൈവമേ, നീ എൻ്റെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കരയേറ്റും. സ്വർഗീയ പരമപിതാവാം ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൻ്റെ മധ്യാഹ്ന സമയത്തിനായി ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു, അവിടുത്തെ ആലോചനയാൽ ഞങ്ങളെ നടത്തും. ഈ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കും. ഞങ്ങൾ നിത്യതയുടെ തുറമുഖത്തെത്തുന്നതുവരെയും വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ചതിൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള സർവശക്തരായ ദൈവം അങ്ങാകുന്നു. അങ്ങയുടെ ബലമുള്ള കരത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ വർഷത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച തന്നെ കർത്താവേ, ഞങ്ങളുടെ ഈ ഒരു സമർപ്പണം അതൊരു പ്രാർത്ഥനയായി, ഞങ്ങളുടെ കമ്മിറ്റ്മെൻറ്റായി അവിടുന്ന് സ്വീകരിക്കണം. അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കണം. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും അവിടുത്തേക്ക് യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗീയ പരമപിതാവേ, ആമീൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.